എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്, ഒരു ഓഫീസിൽ എന്തോ ആവശ്യത്തിന് അദ്ദേഹം ലിഫ്റ്റിലേക്ക് പെട്ടെന്നൊന്ന് കയറി. പക്ഷെ ആ ലിഫ്റ്റ് ഒരു മൂന്നാമത്തെ നിലയിലായപ്പോൾ അങ്ങ് ട്രിപ്പായി. അതിൻ്റെ ലൈറ്റും ഫാനുമൊക്കെ അങ്ങ് ഓഫായി. അവിടെ നിന്ന് വല്ലാതെ കൊട്ടുകയും അതുവഴിയുള്ള ഫോണിലൂടെ സെക്യൂരിറ്റിയെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. അവർ അത് തുറക്കാനുള്ള സാധനവുമൊക്കെ ആയിട്ട് വന്ന് അത് തുറക്കാൻ വേണ്ടി വളരെയധികം സാഹസപ്പെട്ടു. എന്നിട്ടും ആ ലിഫ്റ്റിൻ്റെ ഡോറുകൾ ഓപ്പൺ ആകുന്നില്ല. അയാൾ ഏകദേശം 10-25 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ ഭയപ്പാടും വിയർക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്തകളൊന്ന് പിറകിലോട്ടാണ് പോയത്. അദ്ദേഹം പറയുന്നു, തലേദിവസം രാത്രി ഞാൻ എൻ്റെ ഉപ്പയോട് ഒരുപാട് കയർത്തു സംസാരിച്ചു. എൻ്റെ മാതാവ് മരണപ്പെട്ടിട്ട് ഒരു 2 വർഷത്തോളമായി. എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവ് ഒരു ചിറകൊടിഞ്ഞതുപോലെ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ രോഗിയായി കഴിയുന്നു. അപ്പോഴാണ് എന്തോ ചില കാരണത്താൽ ഞാൻ എൻ്റെ ഉപ്പയോട് കയർത്തു സംസാരിച്ചത്. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ വന്ന് അത് ഓപ്പൺ ചെയ്തു. വേർത്ത് കുളിച്ചു നിന്നു ഞാൻ. പക്ഷെ ആ മനുഷ്യൻ പിറകിലോട്ടൊന്ന് ചിന്തിച്ചു. വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് ഉപ്പയുടെ കരങ്ങൾ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇന്നലെ പറഞ്ഞത് ഉപ്പയ്ക്ക് വല്ലാത്ത പ്രയാസമായോ? പ്രയാസമായി മോനെ. ഇന്നലെ രാത്രി ഞാൻ സങ്കടത്തോടെയാണ് ഉറങ്ങിയത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് പലതും നാം പ്രവർത്തിക്കുന്നതിന് പല തെറ്റുകൾക്കും പല പാപകൃത്യങ്ങൾക്കും പരലോകത്തിലായിരിക്കും അള്ളാഹു നമുക്കതിൻ്റെ ശിക്ഷാ നടപടികൾ. എന്നാൽ നമ്മെ പോറ്റി വളർത്തിയ, നമുക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നൊമ്പരപ്പെടുത്തിയാൽ അതിൻ്റെ ശിക്ഷ പരലോകത്തല്ല, ഈ ലോകത്ത് തന്നെയാണ്. ആ മാതാപിതാക്കളെ സംതൃപ്തിയോടുകൂടി നന്മയോടുകൂടി പെരുമാറുന്ന നല്ല മക്കളിൽ അള്ളാഹു നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.